ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സംപൂജ്യരായ ഗുരുജനങ്ങൾക്കും വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം. സനാതന സുധ എന്ന ഈ ഒരു ഗ്രന്ഥം ഒരു യാദൃച്ഛികമാണ്. അതിൻ്റെ നാൾവഴികളെ പറ്റിയൊക്കെ ഇവിടെ പ്രത്യേകം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കോവിഡ് കാലഘട്ടം ഒരുപിടി വൈഷമ്യങ്ങളുണ്ടാക്കിയെങ്കിലും ഒരു പരിധി വരെ എങ്കിലും സനാതന സംസ്കാരം ഉദ്ദേശിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്ത പല കാര്യങ്ങളും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. വീട്ടിലിരിക്കുകയും വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആധ്യാത്മിക വശത്തെ പറ്റിയുള്ള ചിന്തകൾക്ക് സമയം കണ്ടെത്തുകയും ഒക്കെ ഈ കോവിഡ് നിയന്ത്രണങ്ങളുടെ പരിണതഫലമാണെന്ന് കാണാം. 2021-22 കാലഘട്ടത്തിൽ നടത്തിയ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു ക്രോഡീകൃതമായ ഈ പുസ്തകത്തിലുള്ള വിജ്ഞാനസുധ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ സത്സംഗങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ജില്ലകൾ തോറും സെമിനാർ സംഘടിപ്പിക്കുന്നത്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ് ഈ 4 ജില്ലകൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു ക്വാർട്ടറിൽ ഒരെണ്ണമെങ്കിലും മിനിമം നടത്തണം എന്നുള്ളതാണ് താല്പര്യം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ തലസ്ഥാന നഗരിയിലെത്തിയിരിക്കുകയാണ്. ഒന്നാം പാദത്തിൽ 2024 ഒന്നാം പാദത്തിൽ നമ്മൾ തലസ്ഥാനത്ത് ഇവിടെ വെച്ച് നടക്കുകയാണ് ഈ സത്സംഗം. ഈ സമ്മേളനം ശരിക്കും തിരുവനന്തപുരത്ത് വെച്ച് നടത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ ഒരു കോർ കമ്മിറ്റി വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റെ അധ്യക്ഷതയിൽ കൂടി എങ്ങനെയാണ് ഇത് നടത്തേണ്ടതെന്നൊക്കെ. അപ്പോൾ ആർക്കും യാതൊരു രണ്ടാമതൊരു ചിന്ത വരാത്ത വണ്ണം കാര്യങ്ങളൊക്കെ വളരെ 10 മിനിറ്റ് കൊണ്ടെല്ലാം തീരുമാനമായി. 1, ബോധാനന്ദ ആശ്രമത്തിൽ വെച്ച് നടത്തുക. 2, ഉദ്ഘാടകനായിട്ട് ജയകുമാർ സാറിനെ നമ്മൾ പ്രതീക്ഷിക്കുക. 3, ഇവിടുത്തെ മുഖ്യഭാഷണം നടത്താൻ വിശ്വനാഥൻ നമ്പൂതിരി സാറുമായിട്ട് വളരെ അടുത്തറിയാമായിരുന്ന സ്വാമി അധ്യാത്മാനന്ദജിയെ കിട്ടുക. ബോധാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിലൊരു സത്സംഗം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മളിവിടെ വന്നത്. എങ്കിലും അദ്ദേഹം മാർച്ച് 10-ാം തീയതിയോടുകൂടി ബാംഗ്ലൂരിലേക്ക് പോകുന്ന നേരത്തെ തീരുമാനിച്ചതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിലും സംബോധ് ഫൗണ്ടേഷൻ്റെ ആചാര്യനായ അധ്യാത്മാനന്ദജിയുടെ മുഖ്യ ഭാഷണം എന്നുണ്ടാകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വാമിജിയുടെ തന്നെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ വിഷയങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ. ഒരു വിഷയത്തെപ്പറ്റി എന്തായാലും ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു അവതരണം വിഷയം അവതരിപ്പിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് പല വിഷയങ്ങൾ തന്നതിൽ നമ്മൾ തിരഞ്ഞെടുത്താണ് ഈ ആയുർവേദം, ഉപവേദമായ ആയുർവേദം എന്നുള്ള വിഷയത്തെപ്പറ്റിയാണ് ഇന്നിവിടെ നമ്മളുടെ ചർച്ച നടക്കുന്നത്. അപ്പോൾ മുഖ്യ ഭാഷണത്തിൽ സ്വാമിജി തന്നെ ചൂസ് ചെയ്താണ് ഈശാവാസ്യോപനിഷത്ത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നടക്കുന്നത് പ്രധാനമായിട്ട് അധ്യക്ഷ ഭാഷണം, അത് കഴിഞ്ഞിട്ട് മുഖ്യഭാഷണം ഈശാവാസ്യോപനിഷത്ത്, പിന്നെ പ്രധാന വിഷയം എന്നുള്ള നിലയ്ക്ക് ഉപവേദമായ ആയുർവേദം. ഇടയ്ക്ക് നമ്മുടെ ഈ സനാതന സുധയുടെ നാൾവഴികളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും ജയകുമാർ സാറിനെ ഈ യോഗത്തിൽ സാറിന് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു പരിപാടിക്കൊക്കെ തീരുമാനമെടുത്തിരുന്നതാണ്. എന്തോ നമ്മളുടെ ഭാഗ്യം കൊണ്ട് അത് തൽക്കാലം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. സാറിന്നിവിടെ വരികയും കൃത്യസമയത്ത് എന്നോട് ചോദിച്ചു 2:30 മണിയാകുമ്പോൾ ഇത് നടക്കുമോ? ഞങ്ങൾ പറഞ്ഞു ഉള്ള ആളുകളെ വെച്ച് 2:30 മണിക്ക് തന്നെ നമ്മൾ കൃത്യത പാലിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 2:30-ക്ക് തന്നെ തുടങ്ങാൻ സാധിച്ചു. സാറിവിടെ കൃത്യസമയത്ത് എത്തുകയും ചെയ്തു. സാറിനെ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ ഗീതാ പ്രചാരക സമിതി, സനാതന സ്കൂൾ ഓഫ് ലൈഫ്, പ്രസരം സംസ്കൃത സമാജം, തൃക്കൈകാട്ട് സ്വാമിയാർ മഠം എല്ലാവരുടെയും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യും.
സ്വാമിജിയുടെ കാര്യം ഞാൻ പറഞ്ഞു. സ്വാമിജി ഒരു അൺഅസ്യൂമിങ് പേഴ്സണാലിറ്റി ആയിട്ടാണ് നമ്മളൊക്കെ ചെറുപ്പത്തിലെ തൊട്ടിങ്ങനെ ചിന്മയാനന്ദ സ്വാമിയുടെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഗീത ഞങ്ങളും സത്സംഗങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള ഇടയായിട്ടുണ്ട്. എന്തോ യുവാക്കളെയും അതുപോലെ ഓരോ ടാർഗറ്റ് ഗ്രൂപ്പിനെയും ആകർഷിക്കാനുള്ള ഒരു വല്ലാത്ത ഒരു ആകർഷണ ശക്തി, ഒരു കരിസ്മ തന്നെ സ്വാമിജിക്കുണ്ട്. സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഷയമായ ഈശാവാസ്യോപനിഷത്താണ് ഇന്നിവിടെ 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി, നേരത്തെ പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യും. സ്വാമിജി നിർദ്ദേശിച്ചതനുസരിച്ച് തന്നെ ഞങ്ങൾക്ക് വളരെ താല്പര്യവും കൂടെ ഉള്ളതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിഷയമാണ് ആയുർവേദം. ആയുർവേദം എന്നുള്ള നിലയ്ക്ക് വേറൊരു ആംഗിളിൽ കാണാതെ ഒരു ഉപവേദമായ ആയുർവേദം എന്നുള്ള നിലയ്ക്കാണ് ഇന്നിവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. അതിന് എന്തുകൊണ്ടും യോഗ്യനായ ശ്രീ ഡോക്ടർ രാജ്മോഹൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറും കൃത്യസമയത്ത് തന്നെ ഇവിടെ വന്നു. അദ്ദേഹത്തെ നമുക്കെല്ലാവരുടെയും പേരിൽ, നമ്മളുടെ ഈ സംഘാടക സമിതിയുടെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ അഭിമാനമാണ്, അഹങ്കാരം ഞാൻ പറയുന്നത് വിശ്വനാഥൻ നമ്പൂതിരി സാറിനെയാണ് ആദ്യമേ ആദരിക്കേണ്ടിയിരുന്നത്. അധ്യക്ഷനാണ്. എങ്കിലും അത് വളരെ അടുപ്പം കൊണ്ട് അത് അവസാനത്തേക്ക് മാറ്റിയതാണ്. ശ്രീ വിശ്വനാഥൻ നമ്പൂതിരി സാറിന് നമ്മളുടെ ഔപചാരികതയുടെ പേരിൽ വളരെ ആത്മാർത്ഥമായ സ്വാഗതം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി എന്തുകൊണ്ടും നമ്മളെല്ലാം നയിക്കുന്ന വിശ്വനാഥൻ നമ്പൂതിരി സാറ് ഒരു പ്രത്യേക ഒരുപാടുള്ള ആളാണ്. ശരിക്കൊരു അധ്യാപകൻ, പഠിപ്പിക്കുക ഇത് മാത്രം ലക്ഷ്യം വെച്ച്, എന്നാൽ അതേസമയം തന്നെ കോളേജ് അധ്യാപകനായി കോട്ടയം ബസേലിയസ് കോളേജിൽ ഇവിടുത്തെ കേരള സംസ്കൃത കോളേജിൽ നിന്ന് പഠിച്ചു പാസ്സായി ജോലി കിട്ടി. ആ ജോലി സമയത്തേക്കാൾ കൂടുതൽ സമയം ഇപ്പോൾ നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ വ്യാപരിക്കുകയും അത് എന്ത് ചോദിച്ചാലും ഞങ്ങളുടെ ഒരു റെഫറൻസാണ്. എന്ത് കാര്യത്തെപ്പറ്റി സംശയം ചോദിച്ചാലും ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്കോ, ഒരു പൂജകൻ എന്നുള്ള നിലയ്ക്കോ, ഒരു ആധ്യാത്മിക ആചാര്യൻ എന്നുള്ള നിലയ്ക്കോ, സംസ്കൃത പണ്ഡിതൻ എന്നുള്ള നിലയ്ക്കോ, അങ്ങനെ മൾട്ടിഫേരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നിവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധാനന്ദ ആശ്രമം പറ്റിയ സ്ഥലമാണ്. മറ്റേ നമ്മുടെ തലസ്ഥാന നഗരി ആകെ കുഴി തോണ്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പേരിലായാലും എന്തായാലും എവിടെ വെച്ച് നടത്തിയാലും അവിടെ എല്ലാം എത്തിച്ചേരാൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ഒരു ആശ്രമവാടത്തിൻ്റെ എല്ലാ പ്രത്യേകതകളുമുള്ള വളരെ നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആൾക്കാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ആൾക്കാർ വരും. കാരണം സാധാരണ മീറ്റിങ്ങുകൾ 2:30 എന്ന് പറഞ്ഞാൽ 3 മണിയാകും തുടങ്ങും എന്നുള്ള നിലയ്ക്കാണ്. എങ്കിലും ഇന്ന് ഹാള് ഫുള്ളായിട്ട് ഇവിടെ ഉള്ളത് കാണുന്നത് പറഞ്ഞാൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഈ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ഓതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.